മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ നടപടി. ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. വിശദമായ അന്വേഷണത്തിന് വീണ്ടും ഉന്നതതല സമിതിയെ നിയോഗിക്കും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണനയാണ് പുഴുവരിക്കാൻ കാരണം. മുറിവ് കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കാനോ പുതുതായി ഡ്രസ്സ് ചെയ്യാനോ തയ്യാറായില്ല എന്നും കണ്ടെത്തുകയാണ്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുന്നു. ഇന്ദു, എത്രമാത്രം ആതുരമാണ് നമ്മുടെ ആശുപത്രികൾ, എത്രമാത്രം മോശമായ അവസ്ഥയിലാണ് ആളുകളെ ചികിത്സിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു പൗരന്റെ അവകാശങ്ങൾ ഉൾപ്പെടെ ഒരു സർക്കാർ ആതുരാലയത്തിൽ നഷ്ടപ്പെടുന്നതൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയ്ക്കാണ് പുതിയ കേസുകൾ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ പിഴവിന്റെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവം വാർത്ത പുറത്തു വന്നിരുന്നു. ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രി ഉത്തരവിറക്കിയിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഒരു സമിതിയും അതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. ആ സമിതി ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകാനായിട്ടാണ് തീരുമാനം. കൂടുതൽ വിശദമായ അന്വേഷണത്തിന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു, ജീവനക്കാർക്കെതിരെയും രോഗിയുടെ കുടുംബാംഗങ്ങൾ സംസാരിച്ചിരുന്നു. കാരണം ഇവർ ഇത്തരം ഒരു പരാതിയുമായി ചെന്നപ്പോൾ തീർത്തും മോശമായിട്ട് ദേഷ്യത്തോടുകൂടി അപമര്യാദയോടുകൂടിയാണ് ഇവരോട് പെരുമാറിയതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്ടി ഡോക്ടർക്കല്ലാതെ മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, മറ്റ് ജീവനക്കാരുടെ പെരുമാറ്റം മോശമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉന്നതതല സമിതിയെ കൂടി നിയോഗിക്കുമെന്നൊരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ICU തീവ്രപരിചരണ വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര സുരക്ഷയോട് കൂടിയാണ് ഒരു രോഗി അവിടെ പരിചരിക്കേണ്ടത്, എത്രത്തോളം ശ്രദ്ധ കൊടുക്കണമെന്ന്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു വീഴ്ച ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു കൂടിപ്പോൾ 2 ദിവസം കൊണ്ടോ കാലിൽ ഇത്രത്തോളം ആ ഒരു മുറിവിൽ പുഴുവരിച്ച് ഇത്രത്തോളം മോശം അവസ്ഥയിലേക്ക് എത്തില്ല അക്ഷയ. അപ്പോൾ അതിനർത്ഥം കൃത്യമായ രീതിയിൽ രോഗിയെ പരിചരിച്ചിരുന്നില്ല, സമയത്ത് മുറിവ് ക്ലീൻ ആക്കുകയോ കെട്ടിവെക്കുകയോ ചെയ്തിട്ടില്ലെന്നൊരു കൃത്യമായ ബോധ്യം ആ അന്വേഷണ സമിതിക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു വിലയിരുത്തലാണ് വരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണന തന്നെയാണ് ഇത്തരത്തിൽ പുഴുവരിക്കാൻ ഒരു കാരണമായിരിക്കുന്നത്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനം വന്നിരിക്കുന്നത്. റൗണ്ട്സിന്റെ ചുമതലയുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർക്കാണ് സസ്പെൻഷൻ. നമ്മൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു സസ്പെൻഷൻ ഓർഡർ കൈമാറിയിട്ടില്ല അവിടേക്ക്. അത് കൈമാറുന്നതിനനുസരിച്ച് ഡോക്ടറുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതായിരിക്കും അക്ഷയ. ശരി, ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്.